അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ സൗമ്യ നിൽക്കുന്നതേ നമ്മൾ വടക്കൻമുറിയിലാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് നമ്മുടെ ചേച്ചിൻ്റെ മോൻ്റെ. അപ്പോൾ കുത്തനൂർക്ക് പോവാണ്. നല്ല വെയിലുണ്ട്, അതാണ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോണ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കുത്തനൂരിലെ ചെറിയ കാഴ്ചകളും അപ്പോൾ ഇന്നത്തെ ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആവട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലേ സൗമ്യ? ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ നോക്കുക ഗൈസ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഈ വാഗമരം നല്ല ഭംഗിയുണ്ട്, ആണല്ലേ? നല്ല രസമാണ്. നമ്മളിങ്ങനെ ഹൈവേയിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ ഇതുപോലുള്ള വാഗമരങ്ങളൊക്കെ കാണും അല്ലേ? ഇത് രണ്ട് സൈഡും ഉണ്ട് കേട്ടോ, നമ്മുടെ ഹൈവേയുടെ രണ്ട് സൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകണേ. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാടിലെ കുറേ ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്ന് പോണത്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുഴൽമന്നത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈറ്റ് തിരിഞ്ഞ് കുത്തനൂർ, തോലനൂർ ആ ഭാഗത്തൊക്കെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കുളവുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുഴൽമന്നത്തെ. ഇവിടെ നിന്ന് റൈറ്റ് പോയിട്ട് അവിടുത്തെ ചെറിയ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഈ കുളവമുക്ക് ഈ പറഞ്ഞ ഈ സ്ഥലത്ത് നിന്നാണ് ഗൈസ് തുടങ്ങണത്. ഇത് കുഴൽമന്നത്താണ്, കുഴൽമന്നം കുളവമുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴൽമന്നത്തിൽ നിന്ന് നമ്മൾ കുളവൻമുക്ക് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തു കൂടിയാണ് കേട്ടോ കുത്തനൂർ, തോലനൂർ ഭാഗത്തൊക്കെ പോകണത്. അപ്പോൾ പോകുമ്പോൾ ഒരുപാട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പൂടൂര് ആ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ. നമ്മുടെ പാലക്കാട്ടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ തേടിയിട്ടുള്ള ചെറിയ യാത്രാ സീരീസാണിത്. ആദ്യം നമ്മൾ 1-2 സ്ഥലത്തൊക്കെ പോയല്ലോ, അപ്പോൾ അതേപോലുള്ളൊരു ഗ്രാമക്കാഴ്ചകളും ഒക്കെയാണ്. വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഈ ഭാഗത്തുകൂടി പോകുമ്പോൾ കേട്ടോ. അതൊക്കെ കാണിച്ചു തരാട്ടെ കേസ്. ഇത് കുളവൻമുക്ക് എന്ന് പറഞ്ഞത് തന്നെ ഒരു വ്യത്യസ്തമായ പേരാണല്ലോ. അപ്പോൾ അതേപോലുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് കേസ്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇങ്ങനത്തെ യാത്രാ സീരീസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേസ്. ഓക്കെ, നാടൻ ഭക്ഷണശാലയായിരുന്നു നമ്മൾ കണ്ടത് കേട്ടോ. ഒരു വീടാണ്, അതൊരു പണ്ടൊക്കെയാണ് ഇതുപോലുള്ള ചായക്കടകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നമ്മൾ അകത്തേക്ക് പോയി കഴിയുമ്പോൾ, അതായത് ഓരോ നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറി ഓരോ ഗ്രാമങ്ങളിലേക്ക് അകത്തുകൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള നല്ല പഴയ കാഴ്ചകളൊക്കെ നമുക്ക്, പണ്ടത്തെ കാഴ്ചകൾ പോലുള്ള കാഴ്ചകളൊക്കെ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ പുൽപ്പുരമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഭരതക്ഷേത്രം ഉള്ളത് കേട്ടോ. നമ്മൾ ഈ എന്താ പറയുക, നാലമ്പല ദർശനം എന്നൊക്കെ പറഞ്ഞ ആ സമയത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഭരതക്ഷേത്രം അത് ഈ ക്ഷേത്രം ഇവിടെയാണ് കേട്ടോ. ഈ പുൽപ്പുരമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭരതക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭരതക്ഷേത്രം ഉള്ളത്. ഈ പുൽപ്പുരമന്നം എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ്. അതായത് നമ്മുടെ കുഴൽമന്നം കുളവുമുക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഭരതക്ഷേത്രത്തിൽ. ഇതിനകത്തേക്കാണ് പോകേണ്ടത്. നമ്മൾ നാലമ്പല ദർശന സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ.
അപ്പോൾ കേസ് നമ്മളെ ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലെത്തിയിട്ട കൽക്കുളം പുത്തനൂർ കൽക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ക്ഷേത്രത്തിൻ്റെ പോണ വഴിയിലിട്ടാ, ക്ഷേത്രമല്ല ക്ഷേത്രത്തിൽ പോണ വഴിയിലെത്തി. ഇവിടുന്ന് ഒരു 100 മീറ്ററും കൂടി ഉണ്ട് ക്ഷേത്രത്തിലേക്ക് ഇട്ടാ. അപ്പോൾ നമ്മൾ തിരുവല്ലാമലയിൽ നമ്മുടെ നാലമ്പല ദർശനം ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, തിരുവല്ലാമലയിൽ ആദ്യം പോയി ലക്ഷ്മണ സ്വാമിമാരെയൊക്കെ തൊഴുതിയിട്ട് പിന്നെ നമ്മൾ ഈ 2 ക്ഷേത്രങ്ങളും ഒക്കെ ദർശനം നടത്തുകയാണല്ലോ പതിവ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും 2 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ പുത്തനൂർ പോകുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശിവക്ഷേത്രം ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു എന്താ പറയുക ചായക്കടയും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആൽമരച്ചോട്ടിലൊരു ചായക്കട ഉണ്ടെങ്കിലേ. നേരെ വരുമ്പോൾ ശ്രീ തലച്ചിലവൻ ക്ഷേത്രം, ശിവക്ഷേത്രമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടൊരു കുഞ്ഞു ക്ഷേത്രമാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. തൊട്ടടുത്ത് കുളമാണ്. ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഇതിലേ വരുമ്പോൾ കണ്ടാണ്ട്, പക്ഷെ വെള്ളമില്ല അപ്പോൾ അതിൽ. കളപ്പാറ, നമ്മളങ്ങനെ വന്ന് കളപ്പാറ പറഞ്ഞ സ്ഥലമെത്തി. ഇവിടെയാണ് നമ്മുടെ ഇന്നലെ കല്യാണത്തിന് വന്ന്. ഇപ്പോൾ ഇവിടെ ഒരു RS ഓഡിറ്റോറിയം കേട്ടോ, അവിടെയാണ് ഞങ്ങൾ ഇന്നലെ നമ്മുടെ ചേച്ചിൻ്റെ മകൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഭാഗത്താണ് കേസ് നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ, എൻഗേജ്മെൻറ്റിൻ്റെ കുറച്ച് പോർഷൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചേച്ചിൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു ഇന്നലത്തെ ദിവസം. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് ഈ ഭാഗത്തൂടെയൊക്കെ, അതായത് ഈ കുത്തനൂർ തോലനൂർ ഭാഗത്തൂടെയൊക്കെ ഇന്നലെയാണ് കേസ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വളരെ എന്താ പറയുക, നമുക്കൊരു വീഡിയോ എടുത്താലോ എന്ന് തോന്നി. അതാണ് ഇന്നത്തെ ദിവസം ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു യാത്രാ സീരീസ് തുടങ്ങുകയാണെന്ന് നമ്മുടെ 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതിലധികം പേര് ആരും അതിനെ പറ്റിയിട്ട് ഒരു കമൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് കേസ്. നമ്മൾ തമിഴ്നാട് ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കേസ്. നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെയാണ് യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. യാത്ര പോയാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നത് കേസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേസ്. ഞങ്ങൾ ഇവിടം വരെ വന്നിട്ടുള്ളൂ ശരിക്കും. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പൊഞ്ഞ് നമ്മൾ പോകാത്ത സ്ഥലമാണ് കേട്ടോ. ഇന്നലെ ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം, അല്ലേ സമയം? ഓക്കേ. ഈവനിങ് നമ്മുടെ നാട്ടിലൂടെയുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമത്തിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമുണ്ട് കേസ്. നല്ല കാഴ്ചകളും അധികം ചൂടൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. വൈകുന്നേരത്ത് ഇങ്ങനെ പോകുമ്പോൾ ഓരോ ചായയും കടിയൊക്കെ കഴിച്ച് ഗ്രാമങ്ങളിൽ നല്ല നല്ല കാഴ്ചകളും ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തോട്ടക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേസ്. അപ്പോൾ വൈകുന്നേരമായി, ഒരുപാട് സമയമായിട്ട് 5-5:30 അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി കുറച്ച് ദൂരം കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും കാഴ്ചകൾ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലൂടെയുള്ള ഈ വൈകുന്നേരത്തെ ഈ കാഴ്ചകൾ കണ്ടില്ലേ കേസ്, പരന്ന് കിടക്കുന്ന പാടങ്ങളും നടുവിലൂടെയുള്ള റോഡും അങ്ങനെ ആളുകൾ അവിടെ വിശ്രമിക്കുന്ന കാഴ്ചകളും വണ്ടികളും ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച, ഇതൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഒരു യാത്രയൊക്കെ പോകുന്നത് വളരെ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കാണ്ട് കേസ്. അപ്പോൾ എന്തായാലും നമുക്കിനി നല്ലൊരു അടിപൊളി കാഴ്ചകളുമായിട്ടുള്ള ചെറിയ ഗ്രാമത്തിൻ്റെ വീഡിയോകളോ നിങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.